ഇറാനിലെ കൂറ്റൻ പാലം തകർത്ത് അമേരിക്ക താണ്ഡവമാടിയപ്പോൾ ഇറാൻ മറുപടി നൽകിയത് കുവൈറ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു. ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ B-1 പാലം അമേരിക്കൻ വ്യോമസേന തകർത്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ടെഹ്റാനെയും കരാച്ച് നഗരത്തെയും ബന്ധിപ്പിക്കുന്ന ഈ കൂറ്റൻ പാലത്തിന് നേരെ 2 തവണയാണ് US മിസൈലുകൾ പതിച്ചത്. ആദ്യത്തെ ആക്രമണത്തിന് പിന്നാലെ പരിക്കേറ്റവരെ രക്ഷിക്കാൻ ഓടിക്കൂടിയവരിലേക്ക് രണ്ടാമത്തെ മിസൈലും പതിച്ചതോടെ ദുരന്തത്തിന്റെ ആഴം വർദ്ധിച്ചു. 8 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവം ഇറാനെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ആക്രമണത്തിന് ഇറാൻ നൽകിയ മറുപടി അതിശക്തമായിരുന്നു. അമേരിക്കയുടെ സഖ്യരാജ്യമായ കുവൈറ്റിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആദ്യ തിരിച്ചടി. കുവൈറ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ മിന അൽ അഹമ്മദിക്ക് നേരെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇതോടെ മേഖലയിലെ ഇന്ധന വിതരണ ശൃംഖല തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന ഈ പ്ലാന്റിന് തീ പിടിച്ചതോടെ ലോകവിപണിയിലും ഇതിന്റെ അനുരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ആക്രമണം ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. സൗദി അറേബ്യയ്ക്ക് നേരെയും ഇസ്രയേലിലെ ഹൈഫയിലുള്ള എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. ഹിസ്ബുള്ള കൂടി ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നതോടെ പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ഈ യുദ്ധഭീതിയെ കൂടുതൽ സങ്കീർണമാക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വരും ആഴ്ചകളിലും ആക്രമണം തുടരുമെന്നും ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ സൈനിക മേധാവി അമിർ ഹാത്മി തന്റെ സൈന്യത്തിന് അടിയന്തര നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇറാന്റെ മണ്ണിലേക്ക് കാലുകുത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒരു വൻകര യുദ്ധത്തിന്റെ സൂചന നൽകുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അതിനിടയിൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലും അപ്രതീക്ഷിത നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെതിരായ യുദ്ധം വിജയിച്ച് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കൻ കരസേനാ മേധാവി റാൻഡി ജോർജിനെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് സ്ഥാനത്ത് നിന്നും നീക്കിയത് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നു. കാലാവധി അവസാനിക്കാൻ 1 വർഷം ബാക്കി നിൽക്കവേ അതും ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നടപടി ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. പെന്റഗൺ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ഒരു വശത്ത് ഇറാന്റെ തന്ത്രപ്രധാനമായ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുന്ന അമേരിക്ക, മറുവശത്ത് സഖ്യകക്ഷികളുടെ എണ്ണ കമ്പനികൾ ലക്ഷ്യമിടുന്ന ഇറാൻ. ഈ പോരാട്ടം വെറുമൊരു വ്യോമാക്രമണത്തിൽ ഒതുങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നതോടെ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുമോ എന്ന ആശങ്കയിലാണ് നയതന്ത്ര വിദഗ്ധർ. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ലോകത്തിന്റെ തന്നെ ഗതി നിർണ്ണയിക്കുന്നവയായിരിക്കും. സമാധാന ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലാതാവുകയും തോക്കുകളും ഡ്രോണുകളും സംസാരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം മനുഷ്യരാശിയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ഇനി കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.